തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 1. എപ്പോഴാണ് ഒരു ഡ്രൈവർ തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റൊരാൾക്ക് വായ്പയായി നൽകേണ്ടത്? ഓപ്ഷൻസ്: എ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത്. ബി. ഒരു സമയത്തും നൽകാൻ പാടില്ല. സി. ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന്. ഡി. ആ വ്യക്തിയെ നന്നായി അറിയാമെങ്കിൽ. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 2. MSM തത്വം അനുസരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. പാത മാറുമ്പോൾ മാത്രം. ബി. സിഗ്നൽ നൽകിയ ശേഷം. സി. സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുമ്പ്. ഡി. വളവ് വളഞ്ഞതിന് ശേഷം. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 3. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? ഓപ്ഷൻസ്: എ. കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുമ്പ്. ബി. കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ. സി. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 4. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള റോഡുകളുടെ ജംഗ്ഷനിൽ ഏത് കാറിനാണ് മുൻഗണന? ഓപ്ഷൻസ്: എ. പച്ച വാഹനത്തിന് മുൻഗണന. ബി. രണ്ടിനും തുല്യമായ വഴി അവകാശമുണ്ട്. സി. ചുവന്ന വാഹനം തിരിയേണ്ടതിനാൽ മുൻഗണന. ഡി. രണ്ടു വാഹനവും നിർത്തി ജാഗ്രതയോടെ മുന്നോട്ടു പോകണം. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 5. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കൈവശം ഡ്രൈവർ എപ്പോഴും വയ്ക്കേണ്ട രേഖകൾ ഏതാണ്? ഓപ്ഷൻസ്: എ. പെർമിറ്റ് സർട്ടിഫിക്കറ്റ്. ബി. GVR സർട്ടിഫിക്കറ്റ്. സി. നികുതി സർട്ടിഫിക്കറ്റ്. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 6. ഒരു ട്രെയിലർ മറികടക്കുന്നത് കാർ കടന്നുപോകുന്നതിനേക്കാൾ അപകട സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ. ട്രെയിലറുകൾ കാറുകളേക്കാൾ നീളമുള്ളതാണ്. ബി. ട്രെയിലറുകൾ പെട്ടെന്ന് സ്പീഡ് കൂടിയേക്കാം. സി. ട്രെയിലറുകളുടെ ബ്രേക്കുകൾ അത്ര മികച്ചതല്ല. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 7. ചിത്രത്തിലെ ഒബ്ജക്റ്റ് മാർക്കിങ്ങിൽ എന്താണ് തെറ്റ്? ഓപ്ഷൻസ്: എ. ഇത് ഒബ്ജക്റ്റ് മാർക്കിങ്ങിൽ പെട്ട ഒന്നല്ല. ബി. താഴോട്ടുള്ള ചെരിവ് ക്യാരേജ് വേയുടെ വശത്തേക്കായിരിക്കണം. സി. ഇതിൽ തെറ്റൊന്നും ഇല്ല. ഡി. ഒബ്ജക്റ്റ് മാർക്കിംഗ് കറുപ്പും വെളുപ്പും നിറമുള്ളതായിരിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 8. താഴെ പറയുന്ന കുറ്റങ്ങളിൽ ഏത് ചെയ്താൽ ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ കാരണമാകുന്നത്? ഓപ്ഷൻസ്: എ. വാഹനങ്ങൾ അപകടങ്ങളിൽ ഉൾപ്പെടുമ്പോൾ. ബി. അന്യസംസ്ഥാന ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ. സി. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ. ഡി. ആ വ്യക്തിയെ നന്നായി അറിയാമെങ്കിൽ. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 9. ഒരു വാഹനം ഡാഷിൽ പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻസ്: എ. ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ. ബി. വാഹനം ഒരു ട്രാഫിക് ചിഹ്നത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ. സി. അത് ഒരു ഫയർ ഹൈഡ്രന്റിനെ തടയാൻ സാധ്യതയുണ്ടെങ്കിൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 10. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം?
ഓപ്ഷൻസ് എ എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ എതിർപാത ഉപയോഗിക്കുക. ബി എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി മുന്നോട്ട് നീങ്ങുക. സി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. ഡി ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 11. PSL തത്വം അനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് എ നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നതെന്ന് ഉറപ്പാക്കാൻ. ബി നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ. സി റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ. ഡി നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 12. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 113 പ്രകാരം ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല ഡാഷ്. ഓപ്ഷൻസ് എ മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല. ബി വേഗത പരിധി കവിയാൻ പാടില്ല. സി വാഹനത്തിന്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 13. നിങ്ങൾ ഒരു വലിയ വാഹനത്തിനു പുറകിലാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? ഓപ്ഷൻസ് എ കഴിയുന്നതും വേഗം മറികടക്കുക. ബി കൂടുതൽ പുറകോട്ട് നിൽക്കുക. സി നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഡി ഇടത്തോട്ട് നീങ്ങുക. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 14. ഏത് അവസരത്തിലാണ് വെയിറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് എ ബ്രേക്കിംഗ്. ബി കോർണറിംഗ്. സി ആക്സിലറേഷൻ. ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 15. ചിത്രത്തിലെ രണ്ടുവരി പാതയിലൂടെ സഞ്ചരിക്കുന്ന കാർ തെറ്റായി ആണോ ഓടിക്കുന്നത്? ഓപ്ഷൻസ് എ അല്ല കാരണം കാർ ശരിയായ പാതയിലാണ്. ബി അല്ല കാരണം അത് പകൽ സമയമാണ്. സി അല്ല കാരണം മുന്നിലുള്ള പാത വ്യക്തമാണ്. ഡി അതെ കാരണം ഈ സ്ഥലത്ത് കാറിന് വര മുറിച്ച് കടക്കാൻ അനുവാദമില്ല. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 16. ഒരു ഡാഷ് കടന്നു പോകുമ്പോൾ ഒരു ഡ്രൈവറും മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻസ് എ കാൽനടയാത്രക്കാർ കാരിയേജ് വേയുടെ ഒരു ഭാഗം നടക്കാൻ ഉപയോഗിക്കുന്ന റോഡുകളിലൂടെ. ബി ഗ്രാമീണ റോഡുകൾ. സി ഹൈവേകൾ. ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 17. നിങ്ങളുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ഒരു പന്ത് വരുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ അതേ വേഗതയിൽ ഡ്രൈവിംഗ് തുടരുക. ഹോൺ മുഴക്കുക. ബി അതേ വേഗതയിൽ തുടരുക. ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക. സി വേഗത കുറയ്ക്കുക. കുട്ടികൾക്കായി നിർത്താൻ തയ്യാറാകുക. ഡി വാഹനം നിർത്തി കുട്ടികളോട് പന്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുക. ഉത്തരം ഓപ്ഷൻ സി.